ഗൈസ്, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സർവൈവൽ വേൾഡ് സെക്കൻഡ് എപ്പിസോഡാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സ്റ്റോൺ ടൂൾസ് ആവണ വരെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മളുടെ ഗോള് അയൺ ആർമർ ആവണതാണ്. അപ്പോൾ നമുക്ക് വീടിലോട്ട് കിടക്കാം. ഗൈസ്, നമുക്ക് അയണ കേവ് പൊട്ടി ചത്തില്ലേ? എന്നാ കുറച്ച് ഗോബിൾ സ്റ്റോൺ രാത്രി ടൂൾസ് അയക്കും. എന്നാ രാത്രി എന്നാ ശരി. നമുക്ക് ലാബിലായിട്ട് അയൺ മൈൻ ചെയ്യാൻ പോവാ. ഇവിടെയൊക്കെ ഭയങ്കര വലിയ കേവ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ കൂടെ അയൺ ആർമർ ആവണം. ഇതിനകത്തൊരു വില്ലേജറെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. നമുക്കതൊക്കെ ആവശ്യം വരും. 9 ഫുഡുണ്ട് ഒരു കാഫിൻ്റെ. ശരി ശരി, ഇപ്പോൾ കടന്നിറങ്ങും. രാവിലെ ആക്കിയിട്ട് ബാക്കി ഇടാം. രാവിലെ ആക്കിയിട്ട് കാശ് നമ്മൾ 2 വില്ലേജറെ പൂട്ടിയിട്ടുണ്ട്. വേഗം കിടക്കറാ. ഇതിന് ധാരാളം നല്ല ലാഗ് ഉണ്ട് ഗൈസ്. ഗൈസ്, അപ്പം നമുക്ക് അയൺ എടുക്കാൻ പോവാ. ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ എന്നാ കോബിൾ സ്റ്റോണ്. അയ്യോ, ക്രാഫ്റ്റ് ടേബിൾ എൻ്റെ അടുത്തില്ല. കുഴപ്പമില്ല, പ്ലാങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ അവന്മാരുടെ വീടൊക്കെ തല്ലിപ്പൊട്ടിക്കാൻ പോവാം. വീടൊന്നും പോകാം. അമ്മേൻ്റെ വീടൊക്കെ തല്ലിപ്പൊട്ടിക്കണം. അവരുടെ വീടൊക്കെ നമുക്ക് തല്ലിപ്പൊട്ടിച്ചിട്ട് നമുക്ക് വേണം സാധനം. ഉമ്മാർക്കൊന്നും വീട് വേണ്ട. ഉമ്മാരിനെ ഞാൻ പിടിച്ച് പൂട്ടിക്കിട്ടാൻ പോകണം. അപ്പോൾ അവിടെ ഞാനൊരു ചെറിയൊരു കേവ് ഉണ്ട്. അതിൽ കുറച്ച് അയൺ ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആ അയൺ എക്സ്ട്രാ ആക്സ് വേണം. ഞാൻ അറിയാണ്ട് 2 ആക്സ് ഉണ്ടാക്കി. അല്ല വേണ്ട, എൻ്റെ അടുത്ത് ആക്സ് ഉണ്ട്. ആ അയൺ തോണ്ടിയിട്ട് നമുക്ക് ആ അയൺ ആദ്യം തോണ്ടിയിട്ട് നമുക്ക് അപ്പുറത്തൊരു വലിയ കേവ് ഉണ്ട്. ആ കേവിൽ പോവാം. ഇവിടെ കുറച്ച് കോളുണ്ട്. ഇവിടെ അല്ല അയൺ ഉള്ളത്, പക്ഷെ ഇവിടെ കോളുണ്ട്. അല്ല, ഇതൊരു വഴിയുണ്ട്. ആ അയൺ ഞാൻ നേരത്തെ അവിടെ കണ്ടില്ല. പക്ഷേ അത് അവിടെ വരുന്നു. ഇവിടെ നിറച്ചും കേവുണ്ട് ഗൈസ്. എവിടെ തിരിഞ്ഞാലും കേവാണ്. അതാ ഫുഡുണ്ട് അതിൻ്റെ ഇവിടെയാണ്. ഇതാണ് എൻ്റെ അടുത്തുണ്ട്. ഇവിടെയാണ് കുറച്ച് അയണുണ്ട്. 3 പീസ് ഓഫ് അയൺ ഉണ്ട്. 3 അല്ല 4. അപ്പുറത്തൊരു വലിയൊരു കേവ് ഉണ്ട് ഗൈസ്. നമുക്ക് ആ കേവ് പോയിട്ട് പൂച്ചയല്ല, ഞാനാ കൊന്നത്. ഇവിടുത്തെ നിറയെ കോളുണ്ട് ഗൈസ്. കോളൊക്കെ ആവശ്യമുണ്ട്. അറിയില്ല. ഉണ്ട് ഇവിടെ നിറയെ കോളുണ്ട്. നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇവിടെ കോളൊക്കെ കിട്ടി. എത്ര കോള് കിട്ടി? 24 കോളുണ്ട് ഗൈസ്. നമുക്ക് ധാരാളം. എൻ്റെ അടുത്ത് 14 കേവൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വേണം. എൻ്റെ അടുത്ത് 14 കോളുണ്ട്. നമുക്കിനി കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം ഗൈസ്. ഞാൻ ടോർച്ചൊക്കെ ഉണ്ടാക്കി. ഇനി നമുക്ക് അതിന് പോവാം. ടോർച്ച് ഉണ്ടാക്കിയതാ? 24. വെറുതെ അടിക്കാതടാ. അതൊക്കെ ഒരു സുഖമല്ലടാ. ഞാൻ ഫുഡ് തരില്ല. തോണ്ടിയ ഫുഡൊക്കെ എൻ്റെ അടുത്തുണ്ട്. 32. അവിടെ ഞാൻ വലിയൊരു കേവ് ഉണ്ട്. നമുക്ക് അവിടെ പോവാം. എൻ്റെ പിന്നല്ലേ? ഇവിടെ അല്ല, വേറെ അവിടെ. എൻ്റെ പിന്നല്ലേ വാ. അങ്ങനല്ല, വേറെ അവിടെ. ഞാൻ വലിയ കേവ് ഉണ്ട്. ഇവിടെയല്ല, അങ്ങോട്ടാണ്.
മുമ്പ് ഞാൻ കിട്ടി ഇതോ എൻ്റെ വേണ്ട ഇതന്നെ ഇതാണ് ഞാനും കണ്ടത്. ഇതാണ് ഞാൻ കണ്ട കേവ്. കയറി കണ്ടില്ലേ കുറേ കോളുണ്ട്. ആ കോളൊക്കെ തോണ്ടിക്കോ. എന്താ കോളൊക്കെ തോണ്ട ഇഷ്ടമൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. കുറേ കോള് വേണം നമുക്ക് ആവശ്യമാണ്. തോന്നിട്ട് ചില വേൾഡിലൊക്കെ നമുക്ക് വേഗം കോൾ കിട്ടും, ചില വേൾഡിലൊക്കെ നമുക്ക് മെല്ലെ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ചാർക്കോൾ ഉപയോഗിക്കാറാണ്. ഈ വേൾഡിൽ കുറേ കോളുണ്ട്. പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണുക. ഇവിടെ നിറയെ കോളുണ്ടാ തോന്നുന്നുണ്ട്. ലാഗ് കേവിലാണ് സോണ്ടി പറഞ്ഞില്ല. എന്റെ മേലെ കൂടെ പോയി താഴെ ഇറങ്ങി. അവിടെ സോമ്പിനെ കൊല്ലുന്നു. നീ ഇറ്റിയല്ലേ പോയത്? താഴെയാണോ? ഇത് ഇവിടെ ഉണ്ട് ഒരു കേവ്. കണ്ട നിന്നെ കണ്ടില്ല. അങ്ങോട്ട് പോയാ സ്പൈഡർ അറിയാം. ഞാൻ വിചാരിച്ചു ഇപ്പോഴും പോയിട്ടാണ്. സോംബി വാടാ. ഒരു കട്ട മോളിലുണ്ട് കേവ്. ശവല പിടിച്ചല്ലോ, അയൺ ശവല പിടിച്ചു. ഇവിടെ വാ. നീ അന്നാ മോളിൽ വരുന്നു. പിന്നെ അടിക്കുന്നു. നീ ഇവിടെ എത്തിയ അടുത്ത് 35 കോൾഡ്. നമുക്ക് മെല്ലെ പതിയെ അറിഞ്ഞു പോവാം. അതെ ഞാനും പറഞ്ഞു വഴി തീർന്നു. അപ്പൊ നമുക്ക് നേരത്തെ അതിന്റെ മോളിൽ പോവാം. മോളിൽ താഴെ പോണ മോളിൽ പോവാണ്ട് താഴെ പോവാം. ഇതൊക്കെ എന്ത് വഴിയാണ്ടാ എങ്ങനെ വന്നിട്ട് പൊട്ടിച്ചളാറൊക്കെ. അതിൻ്റെ മുകളിൽ അയൺ ഷവൽ പിടിച്ചത് സോംബി നിൽക്കുന്നുണ്ട്. അയൺ ഷവൽ പിടിച്ച സോംബി അതാ വെക്കണം. ഉള്ളിൽ കയറി പോകണം. അയൺ ഷവൽ കിട്ടി. ഹെൽമെറ്റ് അയൺ ഷവൽ. ഈ കേവലി ഓടില്ലേ? ഇവിടെ ഒന്നും അയണില്ല. കോളും കുറേ കോപ്പറും ഉണ്ട്. കോൾ ആവശ്യമുണ്ട്. കോളൊക്കെ കോള് വന്നുകൊണ്ടേ ഇരിക്കും. ഞാനൊരു സ്റ്റെയർ കേസ് ഉണ്ടാക്കണം ഗൈസ്. പാർക്കോഡ്. അയ്യോ നിൻ്റെ അടുത്ത് എത്ര കോളുണ്ടാ? ഞാൻ 35. 35? ആ എൻ്റെ അടുത്ത് 35 കൂടി 36 ഉണ്ട്. ഇതൊക്കെ തോന്നുമ്പോഴേക്കും ഏകദേശം കുറേ ആവും. 40 എണ്ണം. അവിടെ സ്റ്റെയർ കേസ് ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. അയ്യോ മതിയായി കോളുള്ളത്. 47 കോളുണ്ട്. ഇപ്പോൾ മതി. ഇനി അയൺ തട്ടിക്കുക. ഗൈസ് അപ്പം നമുക്ക് ഇനി അയൺ തപ്പിയിട്ട് നമുക്ക് അയൺ കണ്ടുപിടിച്ചത് നമുക്ക് കാണാം. നമുക്ക് ഞങ്ങളുടെ അടുത്ത് അയൺ ഉണ്ട്, പിന്നെ കോളും ഉണ്ട്. അങ്ങനെ ഇനി ഇതെല്ലാം ഞങ്ങൾക്ക് ഉരുക്കി അയൺ ഇങ്ങോട്ടാക്കണം. അങ്ങനെ സ്മെൽറ്റ് ചെയ്ത് അയൺ ഇങ്ങോട്ടാക്കണം. സ്മെൽറ്റ് ചെയ്യണം. പകുതി ഇതിനകത്ത് പിന്നെ നിറയെ കോളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു കേവ് കോളൊക്കെ കിട്ടി. ഞങ്ങൾ ഫസ്റ്റ് പോയ കേവിൽ അത് അയൺ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ വലിയൊരു കേവ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിറച്ച് അയൺ ഉണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ അകത്ത് കുറേ നിറച്ച് സ്കെൽട്ടൻ.
വേറിപ്പോൾ ഒരു 3 സ്റ്റാക്ക് അയണൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ എന്നെ 1 സ്റ്റാക്ക് അയാൻ തന്നെ കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ 10-12 വട്ടം ചത്തുണ്ടാവും. അത് അങ്ങനെ സ്കെൽറ്റൻസ് ആയിരുന്നു. നിറയെ സ്കെൽറ്റിന് നിറയെ സോംബീസ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്കെൽറ്റിന് സോംബീസ് ഞങ്ങൾ 10-12 വട്ടം ചത്തു. പിന്നെ ഒരു ബെഡൊക്കെ എടുത്തിട്ട് പോയിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്നും കുറേ വട്ടം ചത്തിട്ട് ഇതൊക്കെ എന്നാലും നമുക്കിതൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. ഗായ്സ് 1/2 സ്റ്റാക്കോളം ഉരുകി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി സ്മെൽറ്റ് ആവാനുണ്ട്. നമുക്ക് അപ്പോഴേക്ക് ആർമർ ഉണ്ടാക്കാം. 2 ലെഗിൻസ്, 2 ചെസ്റ്റ് പ്ലേറ്റ്. നിൻ്റെ അടുത്ത് കുറച്ച് അയൺ ഉണ്ടോ? 2 ഇതുണ്ടാക്ക്. 2 ഹെൽമെറ്റ് ഉണ്ടാക്കണം. അച്ചു ഒരയൺ എടുത്ത് കാണാം. പിന്നെ ബൂട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി. അതുകൊണ്ടിപ്പോൾ ബൂട്ടിലാണ്. ബൂട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി. സെയിൽ ഞങ്ങൾ കയറി പോകുമ്പോൾ കഴിയാൻ ടൂൾസും കൂടിയാണ്. അതിനുള്ള അയാൾ ഇവിടെ കുറച്ച് വുഡ് തോണ്ടട്ടെ. ഇതെന്താ വീടൊക്കെ വെറുതെ തോണ്ടി പിടിക്കണേ? വലിയ കിടക്കാണ് ഈ വീട് ആവശ്യമില്ല. അപ്പം നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. രണ്ട് സോഡ്, 2 ആക്സ്. ആദ്യം 2 ഉണ്ടാക്കില്ലടാ പൊട്ട. കുറച്ചായെല്ലാം തന്നില്ല. പിക്കാക്സ് ആദ്യം 2 ഉണ്ടാക്കിയല്ലേ. പിക്കാസൊക്കെ ഉണ്ടാക്കുന്നതുണ്ട്. പിക്കാസ് മാത്രമല്ല ശവൽ ഉണ്ടാക്കുന്നതുണ്ട്. 2 പിക്കാസ്, 2 ശവൽ. ശവൽ എൻ്റെ അടുത്ത് പറഞ്ഞുണ്ട്. അത് പറഞ്ഞൂടെ? എന്നാൽ ശരി, ഈ ശവൽ എടുത്ത് വെച്ചോ. എന്നൊരു ശവൽ, എനിക്ക് എന്നൊരു പിക്കാസ്. നമുക്കിനി സ്റ്റോൺ ടൂൾസ് ഒന്നും ആവശ്യമില്ല. ഒരു ആക്സ്. ആക്സ് കൊണ്ട് വീറ്റാണ്ടാ വരണേ. വീറ്റ് സൈഡ് ആക്സ് ഒക്കെ തന്നിട്ടാ. അല്ല ആക്സ് അല്ല, സോറി, വീറ്റ് സൈഡ് തന്നു. വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാനുള്ളതുണ്ടോ? തീർന്നോ? തീർന്നു. അപ്പം നമുക്കൊന്ന് രാവിലെ ആക്കട്ടെ കിടന്നുറങ്ങിയിട്ട്. രാത്രി വെച്ചു വേണ്ട കിടന്നുറങ്ങി രാവിലെ ആക്കിയിട്ട് ബാക്കി കാണിക്കാം. സ്ലീപ്പ് ത്രൂ ദിസ് നൈറ്റ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ഗോള് സെറ്റാക്കിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ വിത്ത് അയൺ ടൂൾസ്. ഇനി നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചാൽ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ പോയി കാണുക. അപ്പോൾ എല്ലാവർക്കും ബൈ.